മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗറിനോട് മേഘം പറയുന്നതിനെല്ലാം സാഗർ നല്ല തക്കതായ മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, ഞാൻ ജീവിതകാലം മുഴുക്ക ജയിലിൽ കിടക്കുകയൊന്നുമില്ല, എന്തായാലും റിമാൻഡ് കാലാവധി കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നേരെ വരുന്നത് നിൻ്റെ അടുത്തേക്കായിരിക്കുമെന്ന്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, നീ അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തുമൊന്നും വേണ്ട, നീ എൻ്റെ അടുത്തേക്ക് വരണമെന്നൊന്നുമില്ല, നീ എവിടെയാണ് നിൽക്കണേന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ കൈകാര്യം ചെയ്തോളാം. എന്തായാലും നീ ഇനി എന്നെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം നീ എന്നെ തല്ലിയിട്ടുണ്ട്, അപ്പോഴൊക്കെ ഞാൻ ക്ഷമിച്ച് നിന്നെ തിരിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇനി അങ്ങനെയല്ല, ഇനി നീ എന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനപ്പം തന്നെ ഞാൻ നല്ല തിരിച്ചടി തരും. അതുമാത്രമല്ല, എനിക്ക് സപ്പോർട്ടായിട്ട് മഞ്ജു ഉണ്ടാവും. ഇതിനു മുമ്പ് നീ ഞങ്ങളുടെ ജോലി കളഞ്ഞു, പക്ഷേ കണ്ണൻ സാറിനോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ജോലിയൊക്കെ കണ്ണൻ സാർ റെഡിയാക്കി തരുമായിരുന്നു. ഞങ്ങൾ മനഃപൂർവ്വം പറയാതിരുന്നതാ. ഞങ്ങൾ ആരുടെയും ഔദാര്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സ്വന്തം കാലിൽ ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും മഞ്ജുവിൻ്റെ ആഗ്രഹം. നിനക്കില്ലാത്തതും ആ ഒരു ആഗ്രഹം തന്നെയാണ്. നീ ഇപ്പോഴും മറ്റുള്ളവരുടെ രക്തം ഊറ്റി കുടിക്കാനാണ് ആഗ്രഹിക്കണേ, അതുകൊണ്ടാണ് നീ ഇപ്പോൾ ജയിലിലായത്. എന്തായാലും എന്നെ നീ 2 പ്രാവശ്യം കള്ളക്കേസിൽ കുടുക്കി ഈ ലോകപ്പിൽ കയറ്റി, അതുപോലെ തന്നെ നീയും 2 പ്രാവശ്യം ലോകപ്പിലായി. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കളിയാണ്. ഇനിയെങ്കിലും നീ നിൻ്റെ കാര്യം നോക്കി മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ നിനക്കാ നല്ലതെന്ന്. ആ സമയം മേഘനാഥൻ പറയുന്നുണ്ട്, നീ ആ മാർക്കോയൊക്കെ കണ്ടിട്ടല്ലേടാ തുള്ളണേ, അവനെ കണ്ട് നീ അധികം തുള്ളൊന്നും വേണ്ട. ഇനി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ആദ്യം തീർക്കാൻ പോകുന്നത് ആ മാർക്കോയെ തന്നെയായിരിക്കും. ആ സമയത്ത് സാർ പറയുന്നുണ്ട്, അങ്ങനെ മാർക്കോയെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാർക്കോയും കണ്ണൻ സാറും മഹാലക്ഷ്മിയൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ നിനക്കും നിൻ്റെ അച്ഛനും പിന്നെ ആ ഉണ്ണിക്കും ആരും ഉണ്ടാവില്ല, അത് നീ ഓർത്തോ. എന്തായാലും നീ ഈ ജയിലിൽ കിടക്കുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മഞ്ജുവിനും നിന്നെ ഈ അവസ്ഥയെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനാ പറഞ്ഞേ ഇപ്പോൾ വരണ്ട, എന്തായാലും കോടതിയിൽ നിന്ന് നിന്നെ റിമാൻഡ് ചെയ്ത് ജയിലിലിടുമല്ലോ, ആ സമയത്ത് മഞ്ജുവും ഞാനും നിന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അത് കേട്ടതും മേഘനാഥനാണെങ്കിൽ ദേഷ്യം കൊണ്ട് ആ ജയിൽ ഭിത്തികൾക്കിട്ടിട്ട് ഇടിക്കുന്നുണ്ട്. ആ സമയം സാഗർ പറയുന്നുണ്ട്, നീ ഇനി ആ ഭിത്തി ഇടിച്ച് പൊളിക്കാനൊന്നും നോക്കണ്ട, അത് പൊളിയൂല, നിൻ്റെ കൈ ഒടിയുള്ളൂ എന്ന്. നീ ഒന്ന് പോയേടാ എൻ്റെ മുമ്പിൽ നിന്നും പറഞ്ഞ് മേഘം ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാൻ എന്തായാലും പോയേക്കാന്നും പറഞ്ഞ് സാഗർ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെയാണ്. ദുർഗ ഇങ്ങനെ മേഘൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് സീമന്തിനി ദുർഗയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ദുർഗ സീമന്തിനിയുടെ കോൾ കണ്ടതും ഏടത്തിയാണല്ലോ വിളിക്കണേ, ഇനിയിപ്പോൾ എന്തായിരിക്കുമോ പുതിയ പ്രശ്നം എന്നൊക്കെ മനസ്സിലാലോചിച്ചുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫോൺ എടുത്തത് എന്താ എടുത്തിന്ന് ചോദിക്കുമ്പം സീമന്തിനി ചോദിക്കുന്നുണ്ട്, ദുർഗ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേന്ന്. എടുത്തി അറിഞ്ഞു, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മേഘൻ കഞ്ചാവ് കേസിൽ ഇപ്പോൾ ലോക്കപ്പിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, ഞാൻ അച്ഛനോടും മോനോടും പല പ്രാവശ്യം പറഞ്ഞതാ കണ്ണനെയും മഹാലക്ഷ്മിനെയും ഉപദ്രവിക്കാൻ നടക്കണ്ട, അതുപോലെ മഞ്ജു അവനെ ഉപേക്ഷിച്ച് പോയി, ഇനി മഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നടക്കണ്ടെന്ന്. പക്ഷേ അച്ഛനും മകനും കേൾക്കില്ല. അച്ഛനും മകനും ഇപ്പോഴും കണ്ണൻ്റെ സ്വത്തും നോക്കിയാൽ നടക്കണേ. ആ സ്വത്ത് ഇനി ആർക്കും കിട്ടാൻ പോകുന്നില്ല. കണ്ണനാണെങ്കിൽ ഈ സ്വത്തൊക്കെ മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വെക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ കണ്ണനെ കൊന്നാലും മഹാലക്ഷ്മിനെ കൊന്നാലും ആ സ്വത്ത് ഇവിടെ ആർക്കും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയായിട്ട് ലോകത്തിൽ പോകാൻ പറഞ്ഞാൽ അച്ഛനും മകനും കേൾക്കില്ല. ഇപ്പം എങ്ങനെയുണ്ട്, സാഗറിനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഇപ്പം അവൻ തന്നെ കഞ്ചാവ് കേസിൽ അകത്തായി. സാഗറിന് ജാമ്യം കിട്ടുമെങ്കിലും ചെയ്തു, പക്ഷേ മേഘന് ജാമ്യം കിട്ടൂല. മിക്കവാറും കേസിൽ അവൻ ജയിലിൽ പോകേണ്ടി വരും. അതുമാത്രമല്ല, മേഘനെ ജാമ്യത്തിൽ ഇറക്കാൻ പോലും ഒരു വക്കീലും ഇല്ല. ഇപ്പോൾ കണ്ണനുമായിട്ട് സ്നേഹത്തിലായിരുന്നെങ്കിൽ കണ്ണനും അനന്തവും കൂടി അവനെ ജാമ്യത്തിൽ ഇറക്കിയേനെ. ഇതിനെല്ലാം കാരണക്കാരി നീയും കൂടി ആ ദുർഗയെന്ന് പറയുന്നു. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ എന്താ എടുത്ത് ചെയ്തതെന്ന് ചോദിക്കുമ്പം, നീയല്ലേ നിൻ്റെ ആങ്ങളയ്ക്കും ആങ്ങളയുടെ മോനുക്കും ഈ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് കണ്ണനെ കൊല്ലാനായിട്ട് കൂട്ടിയെന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഏടത്തിയും ഇത്രയും നാൾ അങ്ങനെ തന്നെയല്ലേ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം എന്താ ഏടത്തി മാറ്റി പറയണതെന്ന് ചോദിക്കുമ്പം, ഇനി എല്ലാവരും മാറ്റി ചിന്തിക്കേണ്ട സമയമായി. ഇനിയും കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊല്ലാനായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചടി കിട്ടുന്നത് അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ കരുണ അവരെ കൊല്ലാൻ നോക്കിയിട്ട് കരുണയുടെ കുഞ്ഞ് പോയി. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ എടുത്തി, അവൾ ഈ കുടുംബത്ത് കാല് വെച്ച് കയറിയതോടുകൂടി നമ്മുടെ എല്ലാം കഷ്ടകാലം ആരംഭിച്ചു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയാണ്. പ്രതാപൻ ചെന്ന് കരുണയോട് പറയുന്നുണ്ട്, മേഘനാഥന് ജാമ്യം കിട്ടൂലാത്ത വകുപ്പാണ്, അതുകൊണ്ട് മേഘൻ എന്തായാലും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അവരെ ഉപദ്രവിക്കാൻ നടക്കുന്നവർക്കൊക്കെ അവർ നല്ല തിരിച്ചടി തന്നെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞാനിനി പിന്നോട്ട് മാറാൻ തയ്യാറല്ല. എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു, അതോടുകൂടി എനിക്ക് അവളോടുള്ള പക ഒന്നും കൂടി, അവളുടെയും അയാളുടെയും നാശം കാണാണ്ട് ഞാനിനി അടങ്ങൂല. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അതെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മോളെ,
പക്ഷെ എന്ത് ചെയ്യാം, വിജയ എപ്പോഴും അവൾക്കൊപ്പമാണ്. നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഇപ്പോഴാണെങ്കിൽ മേഘൻ ജയിലിലും ആവും. ഇനിയിപ്പോൾ നമുക്ക് സഹായത്തിനും മേഘനും ഉണ്ടാവില്ല. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ആരും സഹായത്തിനില്ലെങ്കിലും അവളെ ഞാൻ ഇല്ലാതാക്കുമെന്ന്. ഇതേ സമയം നമ്മളുടെ ഉണ്ണി അങ്ങോട്ട് വരുന്നുണ്ട്. ഉണ്ണീനെ കണ്ടതും കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഓ, വന്നു തുടങ്ങി ആണും പെണ്ണും കെട്ടവൻ ഇങ്ങനെ പറയണു. അത് കേട്ടതും ഉണ്ണിക്ക് കരുണയോട് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും ഈ പ്രതാപൻ്റെ അമ്മേനെയും പേടിച്ചിട്ടും പ്രതാപൻ്റെ സ്വത്തുക്കൾ ഇനി എല്ലാം ഉണ്ണിക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലും ഉണ്ണിയൊന്നും മിണ്ടണില്ല. എന്നിട്ട് കരുണ ചോദിക്കുന്നുണ്ട്, എന്തായി മേഘേട്ടന് ജാമ്യം കിട്ടിയോ? ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഇല്ല കരുണ, മേഘേട്ടന് അങ്ങനെ സ്റ്റേഷൻ ജാമ്യം കിട്ടൂല. അതെന്താ, സാഗറിന് അന്ന് ജാമ്യം കിട്ടിയില്ലോ എന്ന് പറയുമ്പം സാഗറിൻ്റെ വണ്ടിയിൽ നിന്ന് പിടിച്ച കഞ്ചാവിൻ്റെ അളവ് കുറവായിരുന്നു. ഇവരിത് മനഃപൂർവ്വം കണക്കൂട്ടി തന്നെയാണ് കഞ്ചാവ് വെച്ചത്. ജാമ്യം കിട്ടൂലാത്ത രീതിയിലുള്ള അളവ് അവർ വണ്ടിയിൽ വെച്ചത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടൂല. ഇനിയിപ്പോൾ കോടതി ചെന്നാലും ജാമ്യം കിട്ടുമെന്ന് തോന്നണില്ല. കോടതി മിക്കവാറും മേഘേട്ടനെ റിമാൻഡ് ചെയ്യും. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ആ മേഘേട്ടന് അങ്ങനെ തന്നെ വേണം. ആ സാഗറിന് കഞ്ചാവ് കേസിൽ കുടുക്കിയപ്പം ഒരിക്കലും ജാമ്യം കിട്ടൂലാത്ത രീതിയിൽ കഞ്ചാവ് വയ്ക്കാനുള്ളതിന് ജാമ്യം കിട്ടുന്ന രീതിയിൽ ചെയ്തു. അവരാണെങ്കിലോ മേഘേട്ടനെ നല്ല രീതിയിൽ തന്നെ പൂട്ടി. ഇതാ പറഞ്ഞത്, കണ്ണനും മഹാലക്ഷ്മിയും ആ മാർക്കോയും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കിട്ടും പണി കൊടുക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മളിങ്ങനെ അടങ്ങിയിരുന്നാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് എന്ത് വില കൊടുത്താണെങ്കിലും മേഘേട്ടനെ ജാമ്യത്തിൽ ഇറക്കണം, ഇല്ലെങ്കിൽ നമുക്കതൊരു പരാജയമായിരിക്കുമെന്ന് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്. മേഘേട്ടനെ ജാമ്യത്തിൽ ഇറക്കാൻ നല്ലൊരു വക്കീലിനെ പോലും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ ജാമ്യത്തിൽ ഇറക്കാനാ കരുണേ? അമ്മാവൻ എന്നെ വിളിച്ച് ഒരു വക്കീലിനെ സംഘടിപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ചെന്ന് പറഞ്ഞിട്ട് ഒരു വക്കീലും മേഘേട്ടൻ്റെ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അതിൻ്റെ പിന്നിലും ആ കണ്ണനും അയാളുടെ കൂട്ടുകാരനും ആയിരിക്കുമെന്ന് കരുണ പറയുന്നുണ്ട്. അതൊന്നും അറിയില്ല. എന്തായാലും കണ്ണേട്ടനായിട്ട് മേഘേട്ടൻ ലോകത്തിലായിരുന്നെങ്കിൽ കണ്ണേട്ടൻ തന്നെ ജാമ്യത്തിൽ ഇറക്കിയേനെ. ഇനിയിപ്പോൾ എന്തായാലും അതൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഉണ്ണിയേട്ടനും അവരുടെ മുമ്പിൽ തോൽവി സമ്മതിക്കാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പം അതല്ല കരുണേ, നമ്മൾ എന്ത് ചെയ്താലും അതിന് നമുക്ക് തന്നെ തിരിച്ചടി കിട്ടുന്നത്. ഇപ്പം തന്നെ ഞാൻ സാഗറിനെ നമ്മളുടെ സൈറ്റിൽ നിന്നും ഒച്ചുണ്ടാക്കി ഇറക്കി വിട്ടായിരുന്നു. അവനക്ക് ഒരു ജോലി ഇല്ലാണ്ടായി. അതുപോലെ മേഘേട്ടനാണെങ്കിൽ മഞ്ജുവിൻ്റെ ജോലിയും കളഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ മഞ്ജുവിനെ ആ തുണിക്കടയിൽ തന്നെ അയാൾ തിരിച്ച് ജോലിക്ക് എടുത്തു. അതുമാത്രമല്ല, സാഗറിനെ തോമസ് ഡോക്ടറുടെ ഡ്രൈവറായിട്ട് ഡോക്ടർ വീണ്ടും തിരിച്ചെടുക്കുകയും ചെയ്തു. അതെങ്ങനെയാണ് ഉണ്ണിയേട്ടാന്ന് ചോദിക്കുമ്പം അത് മാർക്കോയും എല്ലാവരും കൂടി സാഗർ ആ കേസിൽ നിരപരാധിയാണെന്ന് തെളിയിച്ചു. അതുമാത്രമല്ല, സാഗറിൻ്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ച ആ ഒരുത്തന് പിടികൂടുകയും ചെയ്തു. അങ്ങനെ തോമസ് ഡോക്ടർക്ക് സാഗർ നിരപരാധി എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇനി മുതൽ സാഗറിന് അവിടുത്തെ ഡ്രൈവറായിട്ട് ജോലി കിട്ടും. അവരുടെ ജീവിതം കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷേ പ്രശ്നങ്ങൾ മുഴുക്കാൻ നമുക്കാ കരുണയെന്ന് പറയുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും വേണ്ടില്ല, ഉണ്ണിയേട്ടൻ അയാളുടെ മലയ്ക്ക് പോവൽ തടയണം. ഇനിയിപ്പോൾ അത് തടയാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ണിയേട്ടന് കൂടെ പോകണം, എന്നിട്ട് അവിടെ വെച്ച് അയാളെ കൊന്നുകളയണം. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതൊക്കെ റിസ്ക് അല്ലേ കരുണ? അതുപോലെ ഒരു പുണ്യസ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നാൽ അതിൻ്റെ തിരിച്ചടി വലുതായിരിക്കുമെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഉണ്ണിയേട്ടന് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല. ആ സമയത്ത് ഉണ്ണിക്ക് കരുണയോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. ഞാൻ മരിച്ചാലും ഇവൾക്ക് കുഴപ്പമില്ല, ഇവൾക്ക് ഇവിടെ ചേർത്തിയെ ജയിച്ചാൽ മതി എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്തൊക്കെയാണ് കരുണയെ പറയണേന്ന് ചോദിക്കുമ്പം അതല്ലേ ഞാൻ പറഞ്ഞ, എൻ്റെ കഴുത്തിൽ താലി അറുത്താലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ താലി അറക്കുന്നതിന് മുമ്പായിട്ട് അവളുടെ താലി അറുത്തിരിക്കണമെന്ന്. അത് കേട്ടതും ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി കരുണയോട് പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ലയെന്ന് തോന്നിയതും വെളിയിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും കൂടി ഉണ്ണിയോട് പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യൂടെ ഉണ്ണിക്കുട്ട? അച്ഛനും മുത്തശ്ശിക്കും അറിയാവുന്നതല്ലേ, നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്തു, അതെല്ലാം നമുക്ക് തന്നെ തിരിച്ചടിയായിട്ടല്ലേ വന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം മുന്നോട്ട് നീങ്ങാൻ, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ആ കാര്യങ്ങൾ തന്നെ. ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിലിരിക്കുന്ന ആ ഒരു അയ്യപ്പ വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിൻ്റെ ശക്തി കൊണ്ട് അവളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോണത്. ആ വിഗ്രഹം അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് നമ്മളുടെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉണ്ണിക്കുട്ടനെ ആ വിഗ്രഹം എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണമെന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഒരിക്കൽ ഞാനും കരുണയും കൂടി അത് പുഴയിൽ കൊണ്ടുപോയി കളഞ്ഞതല്ലേ, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആ വിഗ്രഹം വീട്ടിൽ തിരിച്ചെത്തി. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ആ വിഗ്രഹത്തിൽ തൊടാൻ പേടിയാണ്. ആ സമയം പ്രതാപം പറയുന്നുണ്ട്, എന്നാൽ നിനക്ക് പേടിയാണെങ്കിൽ നീ നിൻ്റെ അമ്മയോട് പറ, ദുർഗ അതെടുത്ത് കളയട്ടെ എന്ന്. അങ്ങനെ നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ വീട്ടിലോട്ട് പോകുന്നുണ്ട്. വീട്ടിൽ ചെന്നതും ദുർഗ വന്നിട്ട് എന്താ ഇവിടെ പോയ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പം ഉണ്ണി പ്രതാപൻ്റെ വീട്ടിൽ ചെന്നപ്പം കരുണ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ പ്രതാപൻ ആ വിഗ്രഹം എടുത്ത് കളയണമെന്ന്
വേണമെന്ന് ഉണ്ണിയോട് പറഞ്ഞേൽപ്പിച്ചതും ദുർഗയോട് പറയുന്നുണ്ട്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അത് വേണോടാ മോനെ, അതിൽ അന്ന് ഞാൻ തൊടാൻ പോയതും ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്, അതിൽ നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയണ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത് എടുത്തു കളഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് പറയണേ. അമ്മ എന്തായാലും ഇന്ന് തന്നെ അതെടുത്തൊന്ന് കളയുന്നു. ആ സമയം ദുർഗ പറയുന്നുണ്ട്, ഞാനൊന്ന് നോക്കട്ടെടാ, എന്തായാലും എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അമ്മ പേടിക്കാനൊന്നുമില്ല, വിഗ്രഹം അമ്മയെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന്. അങ്ങനെ നമ്മളുടെ ഉണ്ണിയും ദുർഗയും കൂടി രണ്ടും കൽപ്പിച്ച് വിഗ്രഹം എടുത്ത് കളയാനായിട്ട് പൂജാമുറിയിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ അയ്യപ്പ വിഗ്രഹം ആണെങ്കിൽ നല്ല പ്രഭയോടുകൂടി അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയും ദുർഗയും ഭയന്നാണ് വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണത്. അങ്ങനെ അടുത്ത് ചെന്നതും ഉണ്ണി പറയുന്നുണ്ട്, അമ്മ വിഗ്രഹം എടുക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് അത് കളയാമെന്ന്. അങ്ങനെ നമ്മളുടെ ദുർഗ വിഗ്രഹം എടുക്കാനായിട്ട് ആ വിഗ്രഹത്തിൽ കൈ തൊടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഭയങ്കരമായ ഒരു സൗണ്ടും ആ വിഗ്രഹത്തിൽ നിന്നും ഒരു തീജ്വാലയും വരുന്നുണ്ട്. ആ തീജ്വാലയിൽ നിന്നും നമ്മളുടെ ദുർഗയുടെ സാരിക്ക് കത്ത് പിടിക്കുന്നുണ്ട്. അത് കണ്ടതും ദുർഗയും ഉണ്ണിയും പേടിച്ച് വിറച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.